SC/ST സംവരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ ഒരു വ്യക്തി ഡോക്ടറായി മാറുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കുടുംബം സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സമൂഹത്തിൽ ഉയർന്നു വരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഡോക്ടറാക്കാൻ വേണ്ടിയിട്ട് ഇതേ SC/ST സംവരണം തന്നെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്തു പറയും? സംവരണം എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത്? സമൂഹത്തിന്റെ താഴേക്കിടയിൽ കിടക്കുന്ന ആളുകളെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഉപയോഗിച്ചവർ തന്നെ വീണ്ടും വീണ്ടും സംവരണത്തിന്റെ ആനുകൂല്യം ഉപയോഗിക്കുമ്പോൾ അവിടെ സംവരണം എന്ന പ്രക്രിയ തന്നെ പാളം തെറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. ഈ വിഷയത്തിനകത്ത് പുതിയൊരു നിരീക്ഷണവുമായി വന്നിരിക്കുകയാണ് സുപ്രീം കോടതി പറയുന്നത് SC/ST വിഭാഗങ്ങളെ ഉപവിഭാഗങ്ങളായി തിരിക്കണം. അതായത് ഉപവിഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നവരും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരും എന്നുള്ള അർത്ഥത്തിൽ. സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആളുകളെ സംവരണ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനു ശേഷം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കായിരിക്കണം സംവരണം കൊടുക്കേണ്ടത് എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നത്. അതിനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. അത് ആർട്ടിക്കിൾ 341 ഭരണഘടനാ ലംഘനമായി മാറുകയില്ല എന്നുകൂടിയാണ് സുപ്രീം കോടതി പറയുന്നത്.